ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സേഫാണ്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ല. അബുദാബിയിൽ നിന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണ്, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ചിക്കൻ തൈസാണ്. ഇത് സൂപ്പ് ഉണ്ടാക്കാൻ ബെസ്റ്റായിട്ടുള്ള ചിക്കൻ പാർട്സിൽ ഏറ്റവും ബെസ്റ്റ് ഇതായിട്ടാണ് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ പല പാർട്സ് വെച്ചിട്ടുണ്ടാക്കിയിട്ടും എനിക്ക് ചിക്കൻ തൈസ് വെച്ചുണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തോന്നലുണ്ട് സൂപ്പിൽ. നല്ല നെയ്യൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ആ ഒരു ഭാഗത്തിന്. അപ്പോൾ അതിന് ശേഷം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കനും മീനൊക്കെ വൃത്തിയാക്കി ഉടനെ തന്നെ സിങ്കിൻ കഴുകിയെടുക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അപ്പോൾ നാട്ടിലൊക്കെ പുറത്തൊക്കെ കൊണ്ടുവച്ച് കഴുകൽ, ഇവിടെ അതൊന്നും പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ ഒരു ബാഡ് സ്മെല്ലും ഇവിടെ ഉണ്ടാവാറില്ല. കാരണം നമ്മളപ്പം തന്നെ നന്നായിട്ട് ക്ലീനാക്കി എടുത്താൽ മതി. അവിടെ ഇട്ട് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പം ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതാ ഞാൻ ചിക്കനൊക്കെ കഴുകി കുക്കറിലിട്ടിട്ട് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ഏകദേശം 400 ഗ്രാമൊക്കെ ഉണ്ടാവും ചിക്കന്. അപ്പോൾ അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം നമ്മൾ 15 മിനിറ്റ് കുക്കാക്കി എടുക്കണം. സ്ലോ ആയിട്ട് കുക്കാക്കി എടുക്കണം. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കുമ്പോഴെപ്പോഴും കുറച്ചധികം സമയം ചിക്കൻ വേവിച്ചെടുക്കണം. സാധാരണ ചിക്കൻ ഒരു വിസിൽ വരുമ്പോൾ തന്നെ വേവും. പക്ഷേ നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം നമ്മൾ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോ ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ബണ്ണുണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിൽ ഇടുന്നില്ല. ഞാനത് വേറെ റെസിപ്പി ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കത്തിമേൽ ഇങ്ങനെ ബട്ടറോ നെയ്യോ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിങ്ങനെ ഈക്വലായിട്ട് ബണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു ബോളൊക്കെ ഏകദേശം ഒരു ഇതിൽ കിട്ടും. പിന്നെ നമ്മളൊന്ന് കൈ കൊണ്ട് പിടിച്ച് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ട് അതിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലെയിമിലാണ് നമ്മൾ ചിക്കൻ സൂപ്പിന് വേണ്ടിയിട്ട് കുക്കാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഫില്ലിങ് നിറക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമോസയുടെ തീനോ, ഇത് ഞാൻ വെജിറ്റബിൾസും ചിക്കനും ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് മയോണൈസൊക്കെ ഇട്ടിട്ട് നമ്മൾ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയിരുന്ന കുറച്ച് തീന് ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്നിട്ടിങ്ങനെ സൗണ്ട് കൂട്ടി പിടിച്ചതിന് ശേഷം ബോളാക്കി ഉരുട്ടിയിട്ട് എല്ലാം ഒന്ന് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇത് കുറച്ച് സമയം നമ്മൾ ഒന്നും കൂടി അടച്ച് വെക്കണം. ഒന്നും കൂടി അത് പൊങ്ങി വരാനുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ പണികളൊക്കെ എളുപ്പാൻ വേണ്ടിയിട്ട് നമ്മൾ കടികൾ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ എന്താ വെച്ചാൽ ഡോ ആണെങ്കിലും അതിൻ്റെ ഫില്ലിങ് ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പിറ്റേന്ന് എടുത്തിട്ട് ഉപയോഗിക്കാമല്ലോ. എന്നും രാവിലെ നമ്മൾ ഇതന്നെ ചെയ്യുമ്പം ഒരുപാട് സമയം ഇതിനൊക്കെ പോകും. അപ്പോൾ ഈ സമയം എൻ്റെ സൂപ്പിനുള്ള അപ്പോൾ ഇതാ ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ അതിന് സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് മാത്രം നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഇരട്ടി വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് സൂപ്പ്. അപ്പോൾ അതിലേക്ക് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിലേക്ക് 1 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വെക്കുക അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കിയുള്ള സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ 1/2 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് പിച്ചി എടുത്തിട്ട് ബോണൊക്കെ മാറ്റിയിട്ട് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി സ്വീറ്റ് കോൺ 1 ടേബിൾ സ്പൂൺ അരക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ പറഞ്ഞിരുന്നല്ലോ, അത് അരച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് ഇതിലേക്ക് മാറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് കറിയാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കണം. അതുപോലെ കുരുമുളകിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, ഉലുവ ഒക്കെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണും കൂടി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കോൺഫ്ലോർ ഒരു 3 ടീസ്പൂൺ നിറയെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂണും കൂടി ഇടേണ്ടി വന്നു. ഇതാണ് കോൺഫ്ലോർ ഉപയോഗിച്ച് കേട്ടോ. അപ്പോൾ 4 ടീസ്പൂൺ നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചൊരു കട്ടി വേണം, ഭയങ്കര കട്ടിയാവാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 2 എഗ് വൈറ്റാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്.
എന്നിട്ട് ഈ എഗ് വൈറ്റ് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അവിടെയും ഇവിടെയൊക്കെ വലിയ പീസായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ലുക്കിൽ കിട്ടും. എഗ് വൈറ്റ് ഇങ്ങനെ ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വലിയ വലിയ പീസായിട്ട് കട്ടായിട്ട് അവിടെയും ഇവിടെയൊക്കെ കിടക്കും. ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കരുത്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ സ്പ്രിംഗ് ഓണിയനാണ് ഇട്ട് കൊടുക്കുന്നത്, അത് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പം ഇതിൻ്റെ തിക്നെസ് ഭയങ്കര കട്ടിയായി പോകരുത്, ഭയങ്കര ലൂസായി പോകരുത് കേട്ടോ. അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെപ്പോഴും സെർവ് ചെയ്യണ സമയത്ത് നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തക്കാളിയും വലിയുള്ളിയും ഒന്നും ഇടില്ല, ഇങ്ങനെയാണ് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ ചിക്കൻ മൊമോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുള്ളത് കൊണ്ട് വീണ്ടും ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഇതും എല്ലാവർക്കും ഇവിടെ ഒരു ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. പ്രത്യേകിച്ച് നമ്മൾ ആവിയിലൊക്കെ വേവിച്ചാണല്ലോ ഇത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയവർക്കൊക്കെ ഇത് ധൈര്യമായിട്ട് കഴിക്കുക. ഇത് ഫ്രൈ ചെയ്യുന്ന ഐറ്റം അല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ തട്ടിലേക്ക് നമ്മൾ വെക്കുന്നതിൻ്റെ മുന്നേ 1, 2, 3 ഡ്രോപ്പ് ഓയിൽ ഇട്ടിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്താൽ ഇത് എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഈ സമയം എൻ്റെ ബീഫൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ബീഫിന് അത്യാവശ്യം നാട്ടിലെ ബീഫായതുകൊണ്ട് നല്ല വേവ് ഉണ്ടായിരുന്നു. അത് നാട്ടിൽ നിന്ന് ഫ്രോസൺ ആക്കിയിട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ മോനിപ്പോൾ വന്നപ്പം. ഇനി നമ്മൾ ഈ ബ്രെഡ് ബണ്ണൊന്നും ഉണ്ടാക്കിയിരുന്നല്ലോ, അത് ബ്രെഡ് ക്രംസിലും എഗ്ഗിലും ബ്രെഡ് ക്രംസിലും ഒക്കെ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞെടുക്കും. അപ്പോൾ എൻ്റെ ചട്ടി അത്ര ചൂടായില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കുറച്ച് സമയം ഫ്ലെയിം കൂട്ടിയതിന് ശേഷം കുറക്കുക ചെയ്തത്. ഞങ്ങൾ സാധാരണ ഇത് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യാറ്. അപ്പം എണ്ണ കുടിക്കണ പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് എല്ലാം കൂടി ആയി കിട്ടുകയും ചെയ്തു. ഇത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും നമ്മളിങ്ങനെ ചെയ്യുമ്പം. പക്ഷെ ബേക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കാരണം ബണ്ണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ. സാധാരണ ബണ്ണ് വാങ്ങിയിട്ട് നിറച്ച് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ ബണ്ണ് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ കുക്കായി കിട്ടൂല, പുറം മാത്രമേ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ബീഫ് കറിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. തേങ്ങ വറുത്തരച്ച ബീഫ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ, പത്തിരിയുടെ കൂടെ കഴിക്കാനൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായി. ഇവിടെ എല്ലാവരും സഹായിച്ച് തരാറുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് സമയത്ത് തീർന്നു കിട്ടുന്നത്. അൽഹംദുലില്ലാ. എൻ്റെ രണ്ടാമത്തെ മോന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവനവിടെ നാട്ടിൽ പഠിക്കുകയാണ് എൻജിനീയറിങ്ങിന്. അപ്പം അവനൊരു 4-5 ദിവസത്തിന് വന്നതായിരുന്നു. പെട്ടെന്ന് ഇവിടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല, എയർപോർട്ടൊക്കെ അടച്ചതുകൊണ്ട്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്നൊക്കെ പോകാൻ കഴിയട്ടെ. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇവിടെ ഗൾഫ് മേഖലയിൽ എല്ലാവരും ഇങ്ങനത്തെ ഒരു പ്രയാസത്തിൽ കൂടെ പോവുകയാണല്ലോ. എത്രയും പെട്ടെന്ന് ആ പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടാൻ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.